ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ കണ്ടാലോ. അപ്പോഴിതാ മകളിൽ നിന്ന് ടി വി കാണുന്നുണ്ട്. പിന്നെ ഞാൻ വൈകുന്നേരം ഇങ്ങനെ അടുക്കളയിൽ വന്ന് ഇനി രാത്രിത്തേക്ക് വല്ലതും ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയിരുന്നു. അപ്പോഴത്തേക്ക് ചേട്ടൻ വന്നു കേട്ടോ. ചേട്ടൻ വന്ന് കുറച്ച് മീനും പിന്നെ മലക്കറിയല്ല ചപ്പാത്തിയും പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. മലക്കറി കുറച്ചുണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ചാളയായിരുന്നു. ഇനി അത് വെട്ടിയൊക്കെ വെക്കണം. ഞാനല്ല കേട്ടോ വെട്ടുന്ന, ചേട്ടനാണ് വെട്ടുന്നത്. എനിക്ക് ഇന്നങ്ങ് വയ്യായിരുന്നു കേട്ടോ. അപ്പം മുട്ടയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ രാത്രി ചപ്പാത്തിയും മുട്ടയും പിന്നെ രാവിലത്തെ പുട്ടിൻ്റെ കുറച്ച് മാവിരിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അക്കു വന്ന് നമ്മൾ ചേട്ടൻ്റെ കാല് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കൂട്ടി കിടക്കത്തില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം അടച്ചിടും. എന്തെന്ന് വെച്ചാൽ പിന്നെ ചേട്ടൻ ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അരിപ്പുട്ടിൻ്റെ രാവിലത്തെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ചായ ഇട്ട് കുടിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഭയങ്കര തലവേദനയുണ്ട്. അങ്ങനെ സാധാരണ മോളാണ് എനിക്ക് ചായ ഇട്ടിരുന്നത്. എനിക്ക് ആരെങ്കിലും ചായ ഇട്ടിരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സ്വന്തമായിട്ട് ഇടാതെ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇനിയിപ്പം ഞാനങ്ങ് ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ തേയിലയില്ലായിരുന്നു, തട്ടി പൊട്ടിച്ചൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് നമ്മൾ സോഡാപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ ഒന്ന് തട്ടിയിടും. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ അവിടെ നിന്ന് മീൻ വെട്ടുന്നുണ്ട് കേട്ടോ. ഇനി മീൻ വെട്ടി വെച്ചാൽ രാവിലെ മോന് പോകണം. അപ്പം പിന്നെ മീനൊക്കെ വെട്ടി വെക്കുവാണ്. അങ്ങനെ ആ ചായയൊക്കെ അരിച്ചൊഴിച്ചു. ഇനി കുറച്ച് ബിസ്ക്കറ്റുമായിട്ട് ചായ തിന്നണം. അപ്പോൾ ചേട്ടൻ വന്നുകൊണ്ടേ മീൻ വെട്ടാനങ്ങ് നിന്നു. പിന്നെ ചേട്ടൻ്റെ പണി കഴിയും. പിന്നീടുള്ള ജോലി എനിക്കും മോക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറി വെക്കാൻ ഒരു സവാളയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിയുവാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് എരിയൊന്നും കൂട്ടാൻ വയ്യ. ഭയങ്കര ഒരു അസ്വസ്ഥത കേട്ടോ. ഉള്ളിക്കറിയൊക്കെ നമ്മൾ ഈ മുളക് പൊടിയൊക്കെ കൂട്ടുമ്പോഴേ എനിക്ക് അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലും ഇപ്പം തേങ്ങ കറികളിലോളം താല്പര്യം. നമ്മൾ ഉള്ളി അരിഞ്ഞിട്ടൊന്ന് വിടർത്തിയിടുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ കുറച്ച് എണ്ണ മതിയല്ലോ. അപ്പോൾ അത് അക്കു നല്ല കളിയാണ് കേട്ടോ. അപ്പം പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും കളിക്കത്തില്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഈ കളിയും ചാട്ടമൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ പതുക്കെ ചോഞ്ഞൂടിയങ്ങ് ഇരുന്നോളും. അവനതാണ് ഇഷ്ടം. ആരെങ്കിലും തടയി കൊടുത്താൽ അവിടെ അങ്ങ് ഇരുന്നോളും. ഇപ്പം പിന്നെ അടുപ്പിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ചേട്ടൻ വഴക്കുറഞ്ഞ് ഓടിച്ചുകൊണ്ട് അങ്ങനെ കാണിക്കും കേട്ടോ. ചേട്ടൻ പിന്നെ മീൻ വെട്ടാൻ നിന്നുണ്ട്. അങ്ങനെ മീനൊക്കെ വെട്ടി. പിന്നെ നമ്മളെ കുഞ്ഞു വാട്ടയിൽ മുളകുപൊടി മല്ലിപ്പൊടിയൊന്നും ഇല്ലായിരുന്നു. അപ്പം മോള് പിന്നെ അതെല്ലാം ഇട്ട് വെക്കുവാണ്. അപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് മീൻ, 2 മീനും ബാക്കി തലയും കേട്ടോ. അത്രയൊക്കെ തന്നെ ചാള ഉള്ളായിരുന്നു. അതെല്ലാം ഒന്ന് പുരട്ടി വെക്കണം നമുക്ക് മീൻ വറുക്കാനായിട്ടേ. പിന്നെ 2 പിന്നെ മോന് കൊണ്ടുപോകാനും ചേട്ടന് കൊണ്ടുപോകാനാണ് കേട്ടോ. പിന്നെ എനിക്ക് മോൾക്ക് പിന്നെ തല, പിന്നെ മോള് പിന്നെ ചോറ് കൊണ്ടുപോകുമ്പം മീനൊന്നും കൊണ്ടുപോകാറില്ല. അപ്പോഴത്തേക്ക് പിന്നെ മുട്ട കൊടുത്തു കേട്ടോ അവന്. അതിൻ്റെ ഇടയ്ക്ക് എണ്ണയ്ക്കകത്ത് പിന്നെ ജീരകവും കടുവൊക്കെ ഇട്ട് നമ്മൾ സാധാ പോലെ മുട്ടക്കറി വെക്കുവാണ്. അപ്പോഴത്തേക്ക് ഞാൻ ചപ്പാത്തി, ഞാൻ പറഞ്ഞില്ല ബിസ്ക്കറ്റ് വാങ്ങിച്ച്. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് നേരം പോയിരുന്ന് ചായ കുടിച്ചിട്ട് വരാമെന്ന്. എനിക്കിപ്പോൾ അധിക സമയം നിൽക്കാനും വയ്യ, തലവേദന 2 ദിവസം ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടേ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ചായയും കൊണ്ടുവന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. അങ്ങനെ അതൊരു രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ചായ കുടിക്കാൻ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ഒന്നും കുടിക്കത്തേ ഇല്ലായിരുന്നില്ല. ആശുപത്രി കിടന്നു തൊട്ട് നമ്മൾ സ്ഥിരം കുടിച്ച് ഇപ്പോൾ അതൊരു ഭയങ്കര ശീലമായിട്ട് വന്നിരിക്കുന്നു. മാറ്റാനും പറ്റുന്നില്ല. പിന്നെ മധുരമില്ലാതെയാണ് കുടിക്കുന്നത് കേട്ടോ. വണ്ണം കൂടുന്നതുകൊണ്ട് പഞ്ചസാരയൊക്കെ ഉപേക്ഷിച്ചു. പിന്നെ ഇടയ്ക്ക് ഈ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കി ചപ്പാത്തി ഇടുവാണ്. ഇനിയിപ്പം പുട്ടും കൂടെ വയ്ക്കണം. പുട്ടും പയറും കൂടെ പുഴുങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നാളത്തേക്ക് നമുക്ക് പയർ തോരനും കൊടുക്കാം. പിന്നെ പുട്ടിന് വേണമെന്നുള്ളവർക്ക് പയർ കൊടുക്കും. പുട്ടും ഇനി 2 കുപ്പിച്ച് പുട്ടിനേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ച് കുറേ ചപ്പാത്തിയും കൂടെ ഒരു ഓറ് ചുട്ടാലേ തികയത്തുള്ളൂ. അപ്പം അങ്ങനെ പയറെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് മോള് പിന്നെ നമ്മൾ മുട്ടക്കറിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ. എനിക്കിവിടെ ഞാൻ പറയില്ലേ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വേദനയൊക്കെ ആയിട്ട് പോകുന്നു. അങ്ങനെയൊക്കെ പോട്ടല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോയാൽ മതി. അതിനിടയ്ക്ക് മോളിന് ഒരു മുട്ട പൊട്ടിച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കേട്ടോ. നമ്മൾ തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം പിന്നെ നല്ല കുറച്ച് വറ്റി വരുമ്പോഴും മുട്ടയും ഇട്ട് കൊടുത്ത് നല്ല വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായി കറക്കി കേട്ടോ. എരിയും കുറവാണ്. കുരുമുളകൊക്കെ ഇടും, പച്ചമുളകും ഇടും. പിന്നെ വേറെ പച്ചമുളക് അധികം ഇടത്തില്ല. എനിക്കിപ്പോൾ എരി കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. തൊണ്ടയ്ക്ക് എന്താണോ എന്തോ ഇപ്പം ഭയങ്കര പാടിനി. ഗുളികയുടെയൊക്കെ ചൂട് കൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ സിന്ധുജ കൊണ്ടുവന്ന കുറച്ച് അച്ചാറുകളാണ് കേട്ടോ. നെല്ലിക്കയുണ്ട്, പിന്നെ ഇരിമ്പിക്കുണ്ട്. ചേട്ടൻ പിന്നെ നാളത്തേക്കുള്ള വെണ്ടയ്ക്കൊക്കെ മെഴുക്ക് വരട്ടാനുള്ള അരിഞ്ഞൊക്കെ വെക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല വറ്റി വന്നപ്പോൾ മുട്ടയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ മുട്ടക്കറി അങ്ങ് സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് വെക്കുന്നത്, കാരണം പുട്ടിനും കൂടെ എടുക്കണമല്ലോ എന്ന് വെച്ചിട്ടേ. അങ്ങനെ നമ്മൾ മുട്ടക്കറിയും പുട്ടും ഒക്കെ തയ്യാറായിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ തന്നെയുള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തൊക്കെയെന്ന് വെച്ചാൽ അതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി. ഇനി നമുക്ക് നാളത്തേക്കുള്ള വെള്ളം കൂടെ നമ്മൾ തിളപ്പിച്ചിടും കേട്ടോ. അങ്ങനെ പയറിന് ഞാൻ പിന്നെ വിസിലിട്ട് അത് വേവിക്കാൻ വെച്ചു. പിന്നെ എല്ലാവരും വന്ന് കഴിക്കാനൊക്കെ ആയിട്ടൊക്കെ ഇരുന്നു. നമ്മളെ പുട്ടും മുട്ടക്കറിയും കൂട്ടി കഴിച്ചു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഓക്കേ, ബൈ.